ഹായ് ഹലോ എവരി വൺ. ഹോ ഒപ്നോപ്പനോ ടെക്നിക് ഹെൽത്തിന് വേണ്ടി എങ്ങനെ യൂസ് ചെയ്യുന്നതാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ വന്നിട്ടുള്ളത്. 6-7 വർഷമായി കണ്ടിന്യൂസ് ആയിട്ട് എനിക്ക് ഉണ്ടാകുന്ന എൻ്റെ മൈഗ്രെയിൻ 2 ദിവസത്തിൽ എനിക്ക് ക്യൂർ ചെയ്യാൻ വേണ്ടി പറ്റിയിട്ടുണ്ട്. അപ്പോൾ അതെങ്ങനെയാണെന്ന് അറിയാൻ വേണ്ടിയിട്ട് നിങ്ങളുടെ വീഡിയോ കംപ്ലീറ്റ് ആയിട്ട് കാണാം. അപ്പോൾ ഹെൽത്ത് പ്രോബ്ലംസ് ഉള്ള ആൾക്കാർ ബോത്ത് ഫിസിക്കൽ ആൻഡ് മെൻ്റൽ, നിങ്ങൾ ഈ ഒരു വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുമെന്ന് ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നു. ഹോ ഓപ്പനോപ്പനോ ടെക്നിക് എന്താണെന്ന്, അല്ലെങ്കിൽ ഹോ ഓപ്പനോപ്പനോ ഹീലിംഗ് എന്താണെന്നുള്ളത് ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ കഴിഞ്ഞ ഒരു വീഡിയോയിൽ ചെയ്തിട്ടുണ്ട്. അത് കാണാത്തവർക്ക് വേണ്ടിയിട്ട് ഞാൻ എൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കമന്റ് സെക്ഷനിൽ പിൻ ചെയ്തിടാം. പോയി അത് കണ്ടിട്ട് വേണം നമ്മുടെ ഈ അടുത്ത വീഡിയോ കാണാനായിട്ട്. അപ്പോൾ ഇനി ഹോ ഓപ്പനോപ്പനോ നമ്മളെങ്ങനെ ഹെൽത്തിന് വേണ്ടി യൂസ് ചെയ്യുന്നതാണ് പറഞ്ഞു വരുന്നത്. ബേസിക്കലി ഞാനൊരു കാര്യം പറഞ്ഞു തരാം. ഇത് എന്തിന്റെ ബേസിസിലാണ് ഇത് നടക്കുന്നതെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ പറയുന്ന ഉപയോഗിക്കുന്ന ഓരോ വാക്കുകളിലും ഒരു പെർട്ടിക്കുലർ എനർജി ഉണ്ട് അല്ലേ. നമ്മൾ ഈ വാക്കുകൾ, ചില വാക്കുകൾ റിപ്പീറ്റഡ് ആയിട്ട് ഇങ്ങനെ യൂസ് ചെയ്തുകൊണ്ടിരിക്കുകയും പറഞ്ഞുകൊണ്ടിരിക്കുകയും ചെയ്യും. അത് നമ്മുടെ ഫ്രീക്വൻസിനെ ബാധിക്കുന്നുണ്ട്. അപ്പോൾ ഹോ ഓപ്പനോപ്പനോ ഹൈ ഫ്രീക്വൻസി ഉള്ള 4 വാക്കുകൾ, സ്റ്റേറ്റ്മെന്റ്സ് ആണ് യൂസ് ചെയ്യുന്നത്. ഐ എം സോറി, പ്ലീസ് ഫൊർഗീവ് മീ, താങ്ക് യു, ഐ ലവ് യു. ഈ 4 കാര്യങ്ങളാണ് നമ്മുടെ ബേസിക് ഹോ ഓപ്പനോപ്പനോ ഹീലിംഗിൽ നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പം ഹൈലി ഫ്രീക്വൻസിയുള്ള ഈ 4 വാക്കുകൾ റിപ്പീറ്റഡ് ആയിട്ട് നമ്മളൊരു പേഴ്സണോ ഒരു സാഹചര്യത്തിനോ ഒരു പ്രോബ്ലത്തിനോ വേണ്ടി വിചാരിച്ചിട്ട് നമ്മളിതിങ്ങനെ ഓവർ ആൻഡ് ഓവർ അഗൈൻ ഇങ്ങനെ ചാറ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ആ ഒരു പെർട്ടിക്കുലർ കാര്യത്തിലുള്ള നെഗറ്റിവിറ്റിയെ റിലീസ് ആവുകയും ക്ലെൻസ് ചെയ്യപ്പെടുകയും നമ്മൾ അട്രാക്ട് ചെയ്യപ്പെടുന്ന ഒരു ഫ്രീക്വൻസിയിലേക്ക് നമ്മൾ ചേഞ്ച് ആയിരിക്കും നമ്മുടെ റിസൾട്ട്സ് അട്രാക്ട് ചെയ്യപ്പെടാൻ പറ്റുന്നതാണ്. അപ്പോൾ ഈ ഹോ ഓപ്പനോപ്പനോ ഹെൽത്തിന് എങ്ങനെ യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് ഇപ്പോൾ കാണുന്നത്. ആദ്യമായിട്ട് എന്തൊക്കെ തരത്തിലുള്ള ഹെൽത്ത് പ്രോബ്ലംസ് ആണ് നിങ്ങളിപ്പോൾ ഫേസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നുള്ളത് നമ്മുടെ കമന്റ് സെക്ഷനിൽ ഒന്ന് കമന്റ് ചെയ്യുക. ചിലർക്ക് ആർത്രൈറ്റീസ് ഉണ്ടാകും, ചിലർക്ക് കാലങ്ങളായിട്ട് കൈ കാല് വേദനകൾ, തലവേദന, മൈഗ്രെയിൻ, ഒബേസിറ്റി തുടങ്ങിയ ഒത്തിരി ഹെൽത്ത് ഇഷ്യൂസ് ഫേസ് ചെയ്യുന്ന ആൾക്കാരുണ്ടാകും. ബ്ലഡ്, BP, ഷുഗർ അല്ലെ, അങ്ങനെ ഒരുപാട് പ്രോബ്ലംസ് ഉള്ള ആൾക്കാരുണ്ടാക്കും. അപ്പൊ എന്താണ് അതെന്നുള്ളത് ഒരു കമന്റ് ചെയ്യാം. ഇപ്പോൾ ഒരു 1 to 10 ഉള്ള സ്കെയിലിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ എത്രയാണ് നിങ്ങളുടെ ഈ ഒരു പ്രോബ്ലത്തിന്റെ ഇന്റൻസിറ്റി എന്നും കൂടെ ഒന്ന് പറയാം. 1 എന്ന് പറഞ്ഞാൽ ഏറ്റവും കുറവ്, 10 എന്ന് പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ. അപ്പം എത്രയാണ് നിങ്ങൾ ഇപ്പോൾ അനുഭവിക്കുന്ന പെയിനിന്റെ ഒരു ഇന്റൻസിറ്റി എന്നുള്ളതും കൂടെ നമ്മുടെ കമന്റ് സെക്ഷനിൽ ദയവ് ചെയ്ത് രേഖപ്പെടുത്തുക. അപ്പോൾ ആദ്യം നിങ്ങൾ നമ്മുടെ ഈ ഒരു ഹോ ഓപ്പനോപ്പനോ ബേസിക് ടെക്നിക്കിൽ നമ്മൾ ചെയ്യുന്നത് എന്താണെന്ന് പറഞ്ഞാൽ, എല്ലാവരും നിങ്ങളുടെ ആദ്യം കംഫർട്ടബിൾ ആയിട്ടിരിക്കുക. റിലാക്സ് യുവർ എനർജി, സിറ്റ് സ്ട്രെയിറ്റ് ആയിട്ട് ഇരുന്നിട്ട് എല്ലാവരുടെയും കൈകൾ ഇങ്ങനെ എടുത്തിട്ട് ഹൃദയത്തിലേക്ക് ചേർത്ത് വെക്കണം. എന്നിട്ട് കണ്ണുകൾ അടയ്ക്കാം. ഞാൻ എന്താണോ പറയുന്നത് അത് റിപ്പീറ്റ് ചെയ്യണം. ഐ ടേക്ക് 100% റെസ്പോൺസിബിലിറ്റി ഫോർ ക്രിയേറ്റിംഗ് ഓൾ മൈ ഹെൽത്ത് പ്രോബ്ലംസ്. ഞാനിപ്പോൾ അനുഭവിക്കുന്ന എൻ്റെ എല്ലാ ഹെൽത്ത് പ്രോബ്ലംസിൻ്റെയും 100% റെസ്പോൺസിബിലിറ്റി, ഉത്തരവാദിത്തം ഞാൻ ഏറ്റെടുക്കുന്നു. ഇങ്ങനെ പറഞ്ഞ ശേഷം നമ്മുടെ ഈ 4 സ്റ്റേറ്റ്മെന്റ്സ് നമ്മളിങ്ങനെ റിപ്പീറ്റഡ് ആയിട്ട് പറയാൻ വേണ്ടി പോവുകയാണ്. ഐ എം സോറി, പ്ലീസ് ഫൊർഗീവ് മീ, താങ്ക് യു, ഐ ലവ് യു. ഐ എം സോറി, പ്ലീസ് ഫൊർഗീവ് മീ, താങ്ക് യു, ഐ ലവ് യു. ഐ എം സോറി, പ്ലീസ് ഫൊർഗീവ് മീ, താങ്ക് യു, ഐ ലവ് യു. ഐ എം സോറി, പ്ലീസ് ഫൊർഗീവ് മീ, താങ്ക് യു, ഐ ലവ് യു. അപ്പം നിങ്ങളൊക്കെ ചെയ്യേണ്ട കാര്യം എന്താണെന്ന് പറഞ്ഞാൽ, ഈ ഒരു സ്റ്റേറ്റ്മെന്റ് ഇത് നമ്മൾ ഈ 4 എണ്ണം പറഞ്ഞു കഴിയുമ്പോഴാണ് ഒരു റൗണ്ട് ആവുന്നത്. ഓക്കെ, ഇങ്ങനെ ഒന്നുകിൽ 11 വട്ടം അല്ലെങ്കിൽ 21 വട്ടം, ഏറ്റവും ബെറ്റർ 108 പ്രാവശ്യം 108 ടൈംസ് റിപ്പീറ്റ് ചെയ്യുക. രാവിലെ 100, അപ്പോൾ രാവിലെ 108 ടൈംസും രാത്രി 108 ടൈംസും റിപ്പീറ്റ് ചെയ്യാണ് ഏറ്റവും നല്ലത്. നിങ്ങൾ വളരെ സിവിയർ, ഭയങ്കര ഇൻറ്റൻസിറ്റി ആണ് നിങ്ങളുടെ പെയിൻ, വളരെ പെയിൻ കൂടുതലാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ചെയ്ത് നോക്കുക. ഓക്കെ, എന്നിട്ട് എനിക്ക് തീർച്ചയായിട്ടും നിങ്ങളുടെ റിസൾട്ട്സ് ഒക്കെ കമന്റ് സെക്ഷനിൽ വേണ്ടി പറയേണ്ടതാണ്. ഓക്കെ, ഇതാണ് ബേസിക് ഹോ ഓപ്പനോപ്പനോ ടെക്നിക്. നമ്മൾ എങ്ങനെ ഹെൽത്ത് പ്രോബ്ലംസിന്, ഇതൊരു ബേസിക് ടെക്നിക്കാണ്, ബേസിക് ചാൻഡിങ് ആണ്. ഇതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് പറയുന്നു. ഇതിൻ്റെ അഡ്വാൻസ് ലെവലിലേക്ക് സ്പെസിഫിക് പ്രോബ്ലംസ് നിങ്ങൾക്ക് ക്യൂർ ചെയ്യാനുള്ള ഡീപ്പ് ഹീലിംഗ് എങ്ങനെ ചെയ്യുമെന്ന് അറിയാൻ ആഗ്രഹിക്കുന്നുണ്ട്, എൻ്റെ ഫ്രീ ഹീലിംഗ് സെഷൻസിലേക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ താല്പര്യപ്പെടുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ എൻ്റെ വാട്സപ്പ് കമ്മ്യൂണിറ്റിയുടെ ലിങ്ക് ഉണ്ടാകും. അതിലേക്ക് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. അവിടെ ഫ്രീ ആയിട്ട് ഹീലിംഗ് സെഷൻസും പ്രാക്ടീസും നിങ്ങൾക്ക് നടക്കുന്നുണ്ടാകാം. അതിൽ എക്സ്പീരിയൻസ് ചെയ്തിട്ട് നിങ്ങളുടെ പ്രോബ്ലംസ് ക്യൂർ ചെയ്യാനുള്ള 1 month 2 month കോഴ്സിലേക്കൊക്കെ നിങ്ങൾക്ക് ചേരാവുന്നതാണ്. ഓക്കെ, സോ അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഈ ഒരു സെയിം ഹീലിംഗിൻ്റെ ഇതിൻ്റെ അഡ്വാൻസ് ലെവൽ യൂസ് ചെയ്തുകൊണ്ട് തന്നെയാണ് ഞാൻ എൻ്റെ മൈഗ്രെയിനും ക്യൂർ ചെയ്തുകൊണ്ടിരിക്കുന്നത്.
എനിക്കറിയാം ഈ ഒരു മൈഗ്രെയിൻ എന്ന് പറയുന്ന ഒരു അവസ്ഥയൊക്കെ വളരെ ബുദ്ധിമുട്ടാണ്. കാരണം എനിക്ക് എപ്പോഴും ഫുഡ് സ്കിപ്പ് ചെയ്യുമ്പോൾ, ഉറക്കം ശരിയാതിരിക്കുമ്പോൾ, ഞാൻ അല്ലെങ്കിൽ ഫുഡ് കഴിക്കാൻ ലേറ്റ് ആകുമ്പോൾ ഒക്കെ എനിക്ക് ഈ മൈഗ്രെയിൻ ഉണ്ടാകും. എപ്പോഴും വൊമിറ്റ് ചെയ്യാനുള്ള ടെൻഡൻസി ഉണ്ടാകുമായിരുന്നു. അത് ഒരു ടാബ്ലറ്റ് കഴിച്ച് നല്ലോണം ഉറങ്ങി എണീറ്റാൽ മാത്രമേ എന്നെക്കൊണ്ട് അത് കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന അവസ്ഥയായിരുന്നു. ശരിക്കും പറഞ്ഞാൽ 6-7 മാസമായിട്ട് ഇങ്ങനെ കൂടിയും കുറഞ്ഞും ഉണ്ടായിക്കൊണ്ടിരിക്കുക. പക്ഷേ 2 ദിവസത്തിൽ എനിക്ക് വളരെ എന്താ പറയുക, കംപ്ലീറ്റ് ആയിട്ട് എനിക്കത് ക്യൂർ ചെയ്യാനായിട്ടുള്ള അവസ്ഥയിലേക്ക് എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇത്തരം പ്രോബ്ലംസ് ഉള്ള ആൾക്കാരും ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് സെക്ഷനിൽ പറയാം. ഞാൻ പറഞ്ഞു തരുന്നതായിരിക്കും എന്ത് ചെയ്യണം എന്നുള്ളത്. അപ്പോൾ ഈ വീഡിയോ കണ്ട എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട്. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി നമ്മൾ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ പെട്ടെന്ന് നോട്ടിഫിക്കേഷൻ കിട്ടാൻ വേണ്ടിയിട്ടാണ്. Love you all. Bye.